إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ولو ترى إذ المجرمون ناكسوا رؤوسهم عند ربهم ربنا أبصرنا وسمعنا فارجعنا نعمل صالحا إنا موقنون ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കുവാൻ, അങ്ങനെ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി തീരുവാൻ പരിശ്രമിക്കണമെന്നും പ്രവർത്തിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും ആദ്യമായി സ്വന്തം നഫ്സിനോടും അതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഈ മിമ്പറിൽ വെച്ച് ഈ നൽകുന്ന വസിയ്യത്ത് ഇഖ്ലാസോടുകൂടെ നടപ്പാക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്ന് മനുഷ്യ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, അല്ലെങ്കിൽ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ പറയുന്ന വാക്ക്, എനിക്ക് സമയമില്ല, ഞാൻ ബിസിയാണ്, ഞാൻ തിരക്കിലാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയും. ഈ പറയുന്ന ഞാനും ഒരു ദിവസം പല പ്രാവശ്യം ആവർത്തിക്കുന്ന ഒരു വാക്കാണ് സമയമില്ല, തിരക്കാണ്. ഒരു കൂലിപ്പണിക്കാരനെ വിളിച്ചാൽ പറയും അയാൾ എനിക്ക് സമയമില്ല, തിരക്കാണ്, ബിസിയാണ്. ഉന്നതനായ ഒരാളോട് ചോദിച്ചാലും അയാൾ പറയും ബിസിയാണ്, തിരക്കാണ്. എല്ലാ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളും പറയുന്ന വാക്ക് സമയമില്ല, തിരക്കിലാണ്. പണ്ട്
24 മണിക്കൂർ യാത്ര ചെയ്തിരുന്ന സ്ഥലത്ത് ഇപ്പോൾ നമുക്കെത്താൻ 1 മണിക്കൂർ മതി. എന്നിട്ടും നമ്മൾ പറയും സമയമില്ല. നമ്മൾ ഒരിക്കലും ഓർക്കാറില്ല സഹോദരന്മാരെ ആ മാറ്റത്തെക്കുറിച്ച്. നമ്മളങ്ങനെ വെറുതെ പറഞ്ഞു പോകും. ഇപ്പൊ സ്വാഭാവികമായും പറയും, എന്നിപ്പോ വെള്ളിയാഴ്ച വന്നത്, എന്നേപ്പോ നോമ്പ് കഴിഞ്ഞത് അല്ലേ? പണ്ടൊക്കെ 10-20 അംഗങ്ങൾ അടങ്ങുന്ന കുടുംബങ്ങളായിരുന്നു നമ്മുടെയൊക്കെ കൂട്ടുകുടുംബം. ഇന്നിപ്പോ അത് മാറി അണുകുടുംബങ്ങളാണ്, ന്യൂക്ലിയർ കുടുംബങ്ങളാണ്. ഒരു കുടുംബത്തിൽ 2-4 ആളുകളാണ് ഉള്ളത്. എന്നിട്ടും ആ വീട്ടിലുള്ള ആളുകൾ പറയും സമയമില്ല. പണ്ടത്തെ കുടുംബത്തിൽ ഒരു ഉമ്മ വെച്ചു വിളമ്പിയിരുന്നു 10-20 ആൾക്ക്. ഇന്നൊക്കെ എങ്ങനെ ഭക്ഷണം പാകം ചെയ്യുന്നത്? ഗ്യാസിന്റെ അടുപ്പുണ്ട്, പിന്നെ സാധാ വിറക് കത്തിക്കുന്ന അടുപ്പുണ്ട്, കരണ്ടിന് അടുപ്പുണ്ട്, എന്നിട്ട് സമയമില്ല. ഇത് എല്ലാവരുടെയും അവസ്ഥ കേട്ടോ. എല്ലാവരും ഈ നിൽക്കുന്ന എന്റെയൊക്കെ അവസ്ഥ അത്, എല്ലാവരുടെയും അവസ്ഥ. പണ്ട് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരായിരുന്നു. അവർ ആശയവിനിമയം നടത്താൻ എന്താ ഉപയോഗിച്ചിരുന്നത്? കത്താണ്. ആ കത്ത് ഗൾഫിലൊക്കെ പോയ ആളുകൾക്ക് അറിയാം. പ്രിയപ്പെട്ട പ്രിയതമയുടെ കത്ത്, അതിങ്ങനെ കാത്തിരിക്കണം. ആ കത്ത് അത് രസം തരും. ആ കത്ത് 4, 5, 6 പ്രാവശ്യമൊക്കെ വായിച്ചിരുന്നു. എന്നിട്ട് അത് തലേണ അടിയിൽ വെക്കും. പിന്നെ അത് മാറി കേസറ്റില് ഉമ്മാടിയും വാപ്പാടിയും ഭാര്യയുടെയും മക്കളെയൊക്കെ വർത്തമാൻ, അങ്ങനെ കാലുണ്ടായിരുന്നു. ഇപ്പോ വിദേശത്തുള്ള പിതാവിനെ കാണാൻ, ഭർത്താവിനെ കാണാൻ, മക്കളെ കാണാൻ, അവരുടെ പ്രിയപ്പെട്ട മുഖമൊന്ന് കാണാൻ സെക്കൻഡ് മതി. പണ്ട് വിദേശത്തുള്ള ഭർത്താവിനെയും മക്കളെയും ഒക്കെ കാണണമെങ്കിൽ വർഷങ്ങൾ എടുക്കണം. ഇപ്പൊ അത് വേണ്ട, സെക്കൻഡ് മതി. എന്നിട്ടും നമ്മൾ പറയും സമയമില്ല. കുറച്ചു മുമ്പൊക്കെ ബാങ്കിൽ പണമിടപാട് നടത്തണമെങ്കിൽ, പണം നിക്ഷേപിക്കണമെങ്കിൽ, പണം പിൻവലിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ക്യൂ നിൽക്കണം അല്ലേ? ഒക്കെ മൊബൈലാണല്ലോ, ഒക്കെ മൊബൈലാ. കറണ്ട് ബില്ലടക്കാൻ, വാട്ടർ ബില്ലടക്കാൻ, പണിക്കാരന് കൂലി കൊടുക്കാൻ. ഒരു ജാറത്തും എഴുതി വെച്ചിട്ടുണ്ട്, അവിടെയാണ് ഗൂഗിൾ പേ, അവിടെയും ഗൂഗിൾ പേ ആണ്. കളിയാക്കല്ല കേട്ടോ. ജാറത്തില് നേർച്ചക്കാർ അവിടെ ഒട്ടിച്ചിരിക്കണം ആ സാധനം. വല്ലാത്തൊരു മാറ്റം സമൂഹത്തിൽ വന്നിരിക്കണം. വാഹനം ഓടിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ വാഹനം ഓടിക്കുമ്പോൾ ചെറുപ്പക്കാരൻ, ഞാനടക്കം, ഇന്നലെ ഞാൻ ബൈക്ക് ഓടിക്കുമ്പോഴും ഒരു കയ്യിൽ പോണ സമയമില്ല. ചില ആളുകൾ ഇവിടെ തിരികിട്ട് പോകും. അത് ഒന്ന് നിർത്തി സംസാരിക്കാൻ സമയമില്ല നമുക്ക്. ഇന്നലെ ഞാൻ അങ്ങനെ ചെയ്ത്. ഇന്നലെ രാത്രി ഒരു സ്ഥലത്ത് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ, പിന്നെ കാർ ഓടിക്കുമ്പോ ഫോൺ ചെയ്തിട്ടേ വണ്ടി ഓടിക്കണം. സമയമില്ല. ഭക്ഷണം കഴിക്കുമ്പോ ഫോണിലാണ്, വാഹനം ഓടിക്കുമ്പോ ഫോണിലാണ്. സമയമില്ല. എന്തിനാ സമയമില്ലാത്തത്? പുസ്തകങ്ങൾ വായിക്കാൻ സമയമില്ല, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ സമയമില്ല, വിശുദ്ധ ഖുർആൻ പഠിക്കാൻ സമയമില്ല, തസ്ബീഹ് ചെല്ലാൻ സമയമില്ല, ദിക്ർ ചെല്ലാൻ സമയമില്ല അല്ലേ? പ്രിയപ്പെട്ട വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ പ്രിയപ്പെട്ട ഉമ്മാനാണ് വിളിക്കാൻ, ഉമ്മാനെ കാണാൻ, കണ്ട ഉമ്മാനെ വാപ്പാനെ പരിചരിക്കാൻ സമയമില്ല. എന്തിനേറെ പറയുന്നു, കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിക്കാൻ സമയമില്ല. സഹോദരന്മാരെ, ഇതിങ്ങനെ പറയണ കുറേ പറയണ്ട. നമ്മൾ ചിന്തിക്കണം, നമുക്ക് കുറച്ച് സമയം വേണ്ടേ? നമുക്കായിട്ട് കുറച്ച് സമയം വേണ്ടേ? നാം നമ്മിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിശബ്ദമായി ഒരല്പസമയം ഇരിക്കാൻ ആർക്കും സമയമില്ല. ആർക്കെന്ന് പറയുമ്പോ ഞാനടക്കം കേട്ടോ. സഹോദരന്മാരെ, ജുലൂസുൽ ഖൽവ ഉണ്ട്, നിശബ്ദമായ ഒരു ഇരുത്തുണ്ട്. നിശബ്ദമായ ഇരുത്തം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുന്ന ഇരുത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർത്തിയെടുത്ത സ്വഹാബത്ത് ഇരുന്ന ഒരു ഇരുത്തം, ജുലൂസുൽ ഖൽവ.
ആ ഒരു ഇരുത്തം ഇരിക്കാൻ നമുക്ക് സമയമില്ല അല്ലേ? നമ്മൾ സ്വന്തത്തോട് ഒന്ന് സംസാരിക്കണം, സ്വന്തത്തോട്. അതിന് സമയം കാണണം. ഹദ്ദിസ് നഫ്സക്. കുറച്ചു നേരം ഒറ്റക്കിരുന്ന് നമ്മളോടൊന്ന് സംസാരിച്ചോ കാണി. സമയം കാണണതിന്. അപ്പൊ ഇങ്ങനെ ഞാൻ ആരാ? ഞാൻ ഒന്നുമല്ല സഹോദരന്മാരെ. ഈ ഉപകരണം അല്ലെങ്കിൽ ഞാനൊന്നുമല്ല, ഈ വസ്ത്രം അല്ലെങ്കിൽ ഞാനൊന്നുമല്ല. നോക്കൂ, യഥാർത്ഥത്തിൽ ഈ കാണുന്ന ഞാനല്ല യഥാർത്ഥ ഞാൻ. ഇതൊരു ഫോട്ടോസ്റ്റാറ്റാണ്. ഇതിന്റെ ഒറിജിനൽ പിക്ചർ അല്ല ഞാൻ. നമ്മുടെ ഓരോരുത്തരുടെയും ഒറിജിനൽ പിക്ചർ ആരാന്ന് ഓരോരുത്തർക്കും അറിയുള്ളൂ. ഇതൊരു മുഖം മൂടിയല്ലേ? നമ്മളൊന്ന് ആലോചിക്കണം സഹോദരന്മാരെ കുറിച്ച്. നമ്മളൊരു അന്തിമ സത്യം മനസ്സിലാക്കണം. നമ്മൾ എത്ര സമയമില്ലെന്ന് പറഞ്ഞാലും ഒരു ദിവസം നമ്മൾ വഴുതി വീഴും. ഒരു 4 ദിവസം മുമ്പ് ഒരു ഫേസ്ബുക്കിൽ നോക്കിയപ്പോൾ അതിനൊക്കെ സമയമുണ്ട് കേട്ടോ, ബാക്കിയുള്ളതിനും സമയമില്ല. അതായത് 6-7 പ്രാവശ്യം ബോഡി ബിൽഡിങ്ങിൽ ലോക പ്രൈസ് നേടിയിട്ടില്ല. ഏറ്റവും ഉന്നതിയുള്ള ഒരു മനുഷ്യൻ അവസാനം മുട്ടിലിഴഞ്ഞിട്ട് നടക്കണം, മസിലൊക്കെ പിടിച്ച് ആകെ പോയി. അപ്പൊ എത്ര വലിയ മനുഷ്യനായാലും ഒരു ദിവസം വഴുതി വീഴും. അന്ന് സമയം നമ്മളെ കാത്തു നിൽക്കൂല. ഈ ആവലാതി നമ്മൾ എത്ര ദിവസം പറയും സമയമില്ലാന്ന്, ബിസിയാണ് എന്ന് ആരോടൊക്കെ പറയും. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ ثم كلا سوف تعلمون. ഇന്നും ഒരുപാട് ആൾ മരിച്ചിട്ടുണ്ട് അല്ലേ? മരണത്തോട് മല്ലിടുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ചുറ്റിലും. ഒരുപാട് ആളുകൾ കോമയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകൾ ശിഫ നൽകുമാറാവട്ടെ. സഹോദരന്മാരെ, പ്രാർത്ഥിക്കുക. പെട്ടെന്നാണ് മാരകമായ രോഗം വരുന്നത്. അത് പരീക്ഷണം. പ്രാർത്ഥിക്കുക സഹോദരന്മാർ. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ. ഇതിന് ഈ സമയമില്ലെന്ന് പറയുന്ന ആരും എത്ര ദിവസം പറയും? ഹത്താ സുർതുമുൽ മഖാബിർ. അതുവരെ പറയുള്ളൂ. താടകൾ കെട്ടുന്നത് വരെ പറയുള്ളൂ. മക്ബറകളിലേക്ക് എത്തുന്നത് വരെ ഞാനും നിങ്ങളൊക്കെ പറയും സമയമില്ല. അതുവരെ സംസാരമുള്ളൂ. അല്ലാഹു പറയും, ഖല്ലാ, നീ അങ്ങനെ പറയണ്ട, നീ അങ്ങനെ പറയരുത് കേട്ടോ. സൗഫ തഅലമൂൻ. അറിയാൻ പോകുന്നുണ്ട്, നീ അറിയാൻ പോകുന്നുണ്ട്. സുമ്മ ഖല്ലാ സൗഫ തഅലം. അല്ലാഹു വീണ്ടും ആവർത്തിച്ച് പറയാം. ഇന്ന് വെള്ളിയാഴ്ച ഫജ്ർ നമസ്കാരത്തിന് സുബഹിക്ക് ഓതിയ ഒരു ആയത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ചത്. സുബഹി ജമാഅത്തിന് പള്ളിയിലേക്ക് വന്ന ആളുകൾക്കറിയാം, അത് പ്രവാചകൻ പ്രത്യേകമായി നിർദ്ദേശിച്ച ഒരു സുന്നത്താണ്. ആദ്യത്തെ റക്അത്തിൽ സജദയും രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇൻസാൻ. അള്ളാഹുവിന്റെ മുമ്പിൽ ചെന്ന് അവിടെ നിൽക്കുമ്പോ ദുനിയാവിൽ സമയമില്ലെന്ന് പറഞ്ഞ് അള്ളാഹുവിനെ മറന്ന് അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ മറന്ന മനുഷ്യന്റെ ഒരു ദുര്യോഗം അള്ളാഹ് കാത്ത് രക്ഷിക്കട്ടെ സഹോദരന്മാരെ. അവൻ റബ്ബിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്ന ഒരു രംഗം അത് അള്ളാഹ് ഇങ്ങനെ വരച്ച് കാണിക്കും. എല്ലാ വെള്ളിയാഴ്ചയും സുബഹി നമസ്കാരത്തിൽ, ഫജ്ർ നമസ്കാരത്തിൽ നമ്മൾ അതാണ് കേൾക്കുന്നത്. വലൗ തറാ ഇദിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സാലിഹൻ ഇന്നാ മൂഖിനൂൻ. അറിയണം ഇത്തരം കുറ്റവാളികൾ. ഇവർ കളവ് പറഞ്ഞതാ. സമയം എവിടെ പോയത്? നമ്മുടെ ഉപ്പാപ്പമാരുടെ കാലത്തുള്ള സമയം എപ്പോഴും ഇല്ലേ? ചിന്തിക്കണ്ടേ നമ്മള്? നമ്മുടെ പ്രിയപ്പെട്ട കാരണവന്മാർ പറയാത്ത ഒരു വാചകം അവർ പറഞ്ഞിട്ടുണ്ടോ സമയമില്ല എന്നുള്ളത്?
നോക്കൂ, അവരുടെ കാലത്ത് ഈ ടെക്നോളജി ഉണ്ടോ? ഈ സാങ്കേതിക വിദ്യകളുണ്ടോ? ഇതൊന്നുമില്ല. പക്ഷെ അവരാരും പറഞ്ഞിട്ടില്ല സമയമില്ല എന്ന്. സഹോദരന്മാരെ, നമ്മളല്ലാതെ മറ്റാരാണ് മുജ്രിമുകൾ? ഇപ്പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും അടങ്ങുന്ന മുസ്ലിം ഉമ്മത്തല്ലാതെ ആരാണ് മുജ്രിമീങ്ങൾ? വലൗ തറാ ഇദിൽ മുജ്രിമൂന നാകിസു റൂസിഹിം. തല താഴ്ത്തി നിൽക്കണം, തല താഴ്ത്തി നിൽക്കുക. ആരുടെ മുമ്പിൽ? റബ്ബിന്റെ മുമ്പിൽ നിൽക്കണം. എന്തേ തല താഴ്ത്തി നിന്നത്? എന്തിനാണ് ഒരു പോലീസ് ഓഫീസറുടെ മുമ്പിൽ ഒരു കുറ്റവാളി തല താഴ്ത്തുന്നത്? അവൻ സമ്മതിക്കുന്നു, ഞാൻ കുറ്റവാളിയാണ്, ഞാൻ മുജ്രിമാണെന്ന് സമ്മതിക്കുന്നു. അതാ തല താഴ്ത്തിയത്. സഹോദരന്മാരെ, ഈ ആയത്ത് ഭയപ്പെടണം നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇഷ്ടം പോലെ സമയം തന്നു. അള്ളാഹുവിനനുസരിച്ച് ജീവിക്കാൻ ഒരുപാട് ആരോഗ്യം തന്നു, അറിവ് തന്നു, ബുദ്ധിശക്തി തന്നു. ഇതൊക്കെ തന്നിട്ടും അവിടെ എത്തിയിട്ട് പറയാ, റബ്ബനാ അബ്സർനാ വസമിഅനാ. റബ്ബേ, ഇപ്പോഴാണ് ഞങ്ങൾ കണ്ടത്, ഇപ്പോഴാണ് ഞങ്ങൾ കേട്ടത്. ഇതുവരെ ഞങ്ങൾ കേട്ടിട്ടില്ലായിരുന്നു, ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല സുന്ദരമായ രണ്ട് കണ്ണ്. അലം നജ്അൽ ലഹു ഐനൈൻ. സുന്ദരമായ രണ്ട് കണ്ണ് തന്നു അല്ലേ? പക്ഷേ കണ്ടില്ല, കേട്ടില്ല, മനസ്സിലാക്കിയില്ല, ചിന്തിച്ചില്ല. എനിക്ക് സമയമില്ലെന്ന് പറയുമ്പോ നമ്മൾ ആരെങ്കിലും ചിന്തിച്ചു ഒരു ചെറിയ സമയം അള്ളാഹു നൽകിയ മഹത്തായ അനുഗ്രഹത്തെ കുറിച്ച്? ഇപ്പറയുന്ന ഞാനടക്കം. എന്നിട്ട് അവിടെ വെച്ച് പറയാൻ ഈ മനുഷ്യൻ മുജ്രിം പറയാ, ഫർജിഅന, റബ്ബേ ഒരു ചാൻസ് തരൂ എനിക്ക്, ഒരു ചാൻസ്. എന്തിനാണ് ചാൻസ്? നഅമൽ സാലിഹൻ. ഒരു ചാൻസ് തന്നാൽ ഞാൻ തിരിച്ചു പോയി കുറച്ച് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് വരാം. പടച്ചോനെ. എന്നിട്ട് അവസാനം പറയും, ഇന്നാ മൂഖിനൂൻ, ഞങ്ങൾക്ക് ഇപ്പോഴാണ് യഖീന് കിട്ടിയത്, ഉറപ്പായത്. ഞങ്ങൾ ആ സമയമില്ല എന്ന് പറഞ്ഞതൊക്കെ അബദ്ധമായിരുന്നു എന്ന് ഇപ്പോഴാണ് മനസ്സിലായി. എപ്പോഴാണ് ഈ പറയുന്നത്? റബ്ബിന്റെ കോടതിയിൽ തല താഴ്ത്തി മുജ്രിമായ മനുഷ്യൻ, ഞാനും നിങ്ങളും അടങ്ങുന്ന മനുഷ്യന്മാർ മുട്ടുകുത്തിയ തല താഴ്ത്തി നിൽക്കാൻ. എന്നിട്ട് പറയാണ്, കുറച്ച് സമയം തരണം, എനിക്ക് പോകാനാ, പോണം. ഹത്താ ഇദാ ജാഅ അഹദുഹുൽ മൗത്ത് ഖാല റബ്ബി ഇർജിഊൻ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത് കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. എന്താണ് അതൊക്കെ? ഹത്താ ഇദാ ജാഅ അഹദുഹുൽ മൗത്ത്. മൗത്ത് വരുമ്പോ, മരണം വരുമ്പോ അവൻ പറയും, ഖാല റബ്ബി ഇർജിഊൻ, റബ്ബേ ഒരു ചാൻസ്, ഒന്ന് മടക്കി. കാരണം മരിക്കണ മനുഷ്യൻ അറിയും ഇതിന്റെ ലാസ്റ്റ് മൂമെന്റ് ആണ്, ഈ സമയമില്ല. നമ്മളൊക്കെ അനുഭവിക്കാൻ പോകും സാർമാരെ, ഒക്കെ അനുഭവിക്കാൻ പോകും. ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ ഒരുപാട് അമലു സാലിഹാത്തുകൾ ചെയ്യാൻ അവസരം ഉണ്ടായിരുന്നു, പക്ഷെ ഞാനതൊക്കെ ദുരുപയോഗം ചെയ്തു. അത് ചെയ്യാൻ ഒന്ന് മടക്കി. അല്ലാഹു പറയല്ല, എത്ര ചാൻസ് നിനക്ക് തന്നു, പഠിക്കാൻ, ചിന്തിക്കാൻ, മനസ്സിലാക്കാൻ എത്ര ചാൻസ് തന്നു. കല്ലാ ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിൽ. അതൊരു വെറും വർത്താനടാ, അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. സഹോദരന്മാരെ, ഇതുപോലെയുള്ളൊരു സമയത്തെ നമ്മൾ അഭിസംബോധന ചെയ്യണം. നമ്മൾ സാക്ഷികളാവേണ്ടി. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് വേണ്ടി കുറച്ച് സമയം, നമുക്ക് വേണ്ടി. ഇത്തരം വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. സമയമില്ല എന്നുള്ള വാക്ക് ഇപ്പറയുന്ന ഞാനടക്കം പറയുന്ന പറയണം. നമ്മുടെ ബന്ധങ്ങൾക്ക് സമയം വേണം. നമ്മുടെ കുടുംബ ബന്ധം, അത് കുടുംബ ബന്ധമായാലും സുഹൃത്ത് ബന്ധമായാലും സമയം കാണണം. നമ്മുടെ ഹൃദയത്തിന് വേണ്ടി കുറച്ച് സമയമാണ്. നമുക്ക് സമാധാനം കിട്ടാൻ കുറച്ച് സമയമാണ് അല്ലേ? നമ്മുടെ ഉന്മേഷത്തിന് കുറച്ച് സമയമാണ്. എന്നിട്ട് നമുക്ക് വേണ്ടി ജീവിക്കണം. ഇപ്പോൾ നമ്മൾ ആർക്കോ വേണ്ടി ജീവിക്കണം. സമയമില്ല എന്നത് സഹോദരന്മാരെ സത്യമല്ല, ശുദ്ധ അബദ്ധമാണ്. നമുക്ക് സമയമുണ്ടാകണം.
എന്തിന്? ഒന്ന് കേൾക്കാൻ, ഒന്ന് ഉപദേശിക്കാൻ, ഒരഭിപ്രായം പറയാൻ, ഒരു തമാശ പറയാൻ, തമാശ കേൾക്കാൻ, ഇഷ്ടം പിടിച്ചു പറ്റാൻ, നമ്മുടെ ഉള്ളറിഞ്ഞ് സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ. അപ്പൊ നമ്മളൊക്കെ പറയും സുബ്ഹാനല്ലാഹ്, അതെ, ഇപ്പൊ സൂസൂസു എന്ന് കേൾക്കുള്ളൂ. ഹൃദയം പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയാം. ഇതിന് നമുക്ക് സമയമുണ്ടാകണം. ഇതിന് നമുക്ക് സമയമില്ല എന്ന നമ്മുടെ വാദം തെറ്റാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹീഹായ ഹദീസിലൂടെ പഠിപ്പിച്ചു, ലാ തഖൂമുസ് സാഅത്തു ഹത്താ യതഖാറബുസ് സമാൻ. സമയം, കാലം അത് അടുത്തു വന്നു എന്നൊരു ഫീലിംഗ് ഉണ്ടാകുമ്പോഴാണ് ലോകം അവസാനിക്കുന്നത്. ശരിക്കും ശ്രദ്ധിച്ചോളൂ. നമ്മളൊക്കെ പറയല്ലേ, എത്ര പെട്ടെന്നാ റമളാൻ വന്നത്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹയിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തഖൂമുസ് സാഅ ഹത്താ യതഖാറബുസ് സമാൻ. സമയം അടുത്തു വന്നിട്ടുണ്ട് എന്നൊരു ഫീലിംഗ് വരുന്നത് അത് ലോകത്തിന്റെ അവസാനമാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് വിശദീകരിച്ചു, ഫതകൂനു സനതു കശഹർ. ഒരു വർഷം ഒരു മാസം പോലെ തോന്നില്ലേ? ഇതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് തന്നെ പലപ്പോഴും പേടിയാകലുണ്ട്. കാരണം പടച്ചോൻ എന്നപ്പോ വെള്ളിയാഴ്ച, സത്യമാണ്. എന്നിട്ട് ഞാൻ മനസ്സിലാക്കിയത് കുട്ടികൾ മദ്രസക്ക് പോകുമ്പോഴാണ്. വല്ലാഹി ഫതകൂനു സനതു കശഹർ, ഒരു വർഷം ഒരു മാസം പോലെ തോന്നും. വശഹറു കൽ ജുമഅ, ഒരു മാസം ഒരാഴ്ച പോലെ. വതകൂനുൽ ജുമഅ കൽ യൗം, ഒരാഴ്ച ഒരു ദിവസം പോലെ അനുഭവപ്പെടും. വയകൂനുൽ യൗമു കസ്സാഅ, 24 മണിക്കൂറുള്ള ഒരു ദിവസം ഒരു മണിക്കൂറായി അനുഭവപ്പെടും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാണ്. എന്താ പ്രശ്നം? ഇന്നത്തെ ദിവസത്തിനും അന്നത്തെ ദിവസത്തിനും 1 മണിക്കൂറല്ലേ? എൻ്റെ ഉമ്മയൊക്കെ പറയാറുണ്ട്, പണ്ട് ഞാൻ കുട്ടിയായിരുന്ന കാലത്തൊക്കെ കൃഷിസ്ഥലത്ത് പോയിട്ട് നെല്ല് കൊയ്ത് അത് ആ ഉടമസ്ഥന്റെ അടുത്ത് കൊണ്ടുപോയി അയാള് ആ കൂലിക്ക് നെല്ല് കൊടുത്ത് കുത്തി എന്നിട്ട് അരി ഉണ്ടാക്കി ചോറ് തിന്ന കാലം ഉണ്ടായിരുന്നു. അന്നൊരു സമയത്തിന് പ്രശ്നമില്ല, സമയമുണ്ട്. ഇന്നൊക്കെ ഹോട്ടലല്ലേ, ഓർഡർ ചെയ്താണ് വരിക, സമയമില്ല. സഹോദരന്മാർ, ഇന്നത്തെ വർഷത്തിനും അന്നത്തെ വർഷത്തിനും ഒരേ മാസങ്ങളല്ലേ? ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയാ, അന്നൽ മുറാദ് നസ്ഉൽ ബറകത മിൻ കുല്ലി ഷൈ. എന്തുകൊണ്ട് ഈ രൂപത്തിലായി എന്നുള്ളതാണ്. അതാണ് പ്രശ്നം. എല്ലാറ്റിനും ബറക്കത്ത് നഷ്ടപ്പെട്ടു. അതാണ് ബറക്കത്ത് ഊരിയെടുക്കപ്പെട്ടു. നസ്അ ഊരിയെടുക്കപ്പെട്ടു. ഹത്താ മിനസ് സമാൻ, സമയത്തിന് ബർക്കത്ത്, ആ സമയത്തിന്റെ ബർക്കത്ത് പോലും നഷ്ടപ്പെട്ടു. വലിയ വിഷയം. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരന്മാരെ, നമ്മൾ പറയരുത് സമയമില്ല, ബിസിയാണ്, തിരക്കാണ്. എത്ര വരെ നമ്മൾ പറയും? ഹത്താ സുർത്തുമുൽ മഖാബിർ, അതുവരെ പറയുള്ളൂ. അപ്പൊ എന്ത് വേണം? നമ്മൾക്ക് കിട്ടിയ സമയം എത്രയാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല. കിട്ടിയ സമയം നമുക്ക് വേണ്ടി ജീവിക്കണം, നമുക്ക് വേണ്ടി. കാരണം എന്താ? ഞാൻ പലപ്പോഴും പറയാറുള്ളത്, ഞാനും നിങ്ങളൊക്കെ മരിക്കുന്നത് ഒറ്റക്കാണ്, ഒറ്റക്ക് അല്ലേ? എന്നിട്ടോ ആ ഖബറിൽ 6 അടി മണ്ണിൽ കിടക്കുന്നതും നമ്മൾ ഒറ്റയാണ്, ആരും ഉണ്ടാവില്ല. എത്ര പ്രിയപ്പെട്ട മാതാവായാലും പിതാവായാലും ഭാര്യയും ഭർത്താവ് ഒറ്റക്ക്. നിങ്ങളൊന്ന് ആലോചിച്ചോക്കാണ് സാറന്മാരെ. ആ കൂരിട്ടുള്ള മുകളിൽ മണ്ണ്, താഴെ മണ്ണ്, ഇടത് ഭാഗത്ത് മണ്ണ്, വലത് ഭാഗത്ത് മണ്ണ്. ആരെയും ഭയപ്പെടുത്താൻ വേണ്ടി പറയില്ല. നമ്മളൊരു ദിവസം ഈ ശ്വാസം നിലച്ചാൽ അതാണ് പോണം. നമ്മള് അവിടെ നടക്കണം, നമ്മൾ അറിയില്ലേ? 3-ാമത്തെ ദിവസം നമ്മുടെ കണ്ണ് പോണില്ലേ? ആ ഖബറിലേക്ക് വീഴല്ലേ? പഴുത്ത മുന്തിരിക്കൊലയിൽ നിന്ന് മുന്തിരി അടർന്ന് വീഴും പോലെ എന്റെയും നിങ്ങളുടെ കണ്ണുകൾ 3-ാമത്തെ ദിവസം വീഴാണ്. 5-ാമത്തെ ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കാൻ എന്തിനു വേണ്ടിയില്ല? മുഖം വെളുപ്പിക്കാൻ, അല്ലേ? ഇന്നലെ ഞാൻ സ്കൂൾ റൂട്ടിൻ്റെ അവിടെ ചെന്ന് നോക്കുമ്പോ എല്ലാ കുട്ടികളും ഇത് ആക്ഷേപിക്കലട്ടെ, എവിടുക്കാണ് ഈ ലോകം, ഈ മുസ്ലിം ഉമ്മത്ത് എവിടുക്ക? എല്ലാ പെൺകുട്ടികളും ചുണ്ട് ചോപ്പ.
ഞാൻ എന്നിട്ട് മാഷുമാരോട് പറഞ്ഞു, എന്ത് ഈ ചുണ്ടുമെന്ന പത്ര സാധനം ഒക്കെ. അപ്പൊ ഒരു മാഷുമാരാണ്, ഇത് ഇവർ കൊണ്ടെടുക്കാത്തൊരു സാധനം. ക്ലാസ്സിൽ സ്കൂൾക്ക് വരുമ്പോ എന്നിട്ട് ഇത് പോകുമ്പോ വരുതാത്ത എവിടേക്കപ്പോ ഈ പോണെന്നുള്ളതാണ് അല്ലേ? അവർ ചിന്തിക്കണം. ഈ ചുണ്ട് ചോപ്പിക്കുന്ന മുഖത്ത് ചായം പൂശുന്ന ആളുകൾ ചിന്തിച്ചോ, ഈ ഊഹങ്ങൾ പോയി കഴിഞ്ഞാൽ 5-ാമത്തെ ദിവസം വലിയ വലിയ പുഴുക്കളാണ്. ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ, അവക്കിഷ്ടമാണ് നീ അതിൽ ചെല്ലുന്നതില്ല. 7-ാമത്തെ ദിവസം കടുത്ത പ്രഷർ കാരണം നമ്മുടെ വയറ് പൊട്ടി കുടൽമാല പുറത്തു ചാടും. അങ്ങനെ ദിവസം വരാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ആ ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ സമയം കാണണം. ദുനിയാവിൽ അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ, അള്ളാഹുവിനെ കുറിച്ചൊന്ന് ഓർക്കാൻ, വിശുദ്ധ ഖുർആൻ പഠിക്കാൻ, പാരായണം ചെയ്യാൻ, അതിനു വേണ്ടി സമയം ഉപയോഗപ്പെടുത്തണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഊസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, 4-ാമത്തെ വെള്ളിയാഴ്ച നമ്മൾ പിരിക്കാറുള്ള സാമൂഹ്യക്ഷേമ വകുപ്പ് കളക്ഷൻ ഇന്ന് ഇൻഷാ അല്ലാഹ് പിരിക്കും. കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ ഉമ്മയെയും കൊണ്ട് ഒരു ഫിസിയോതെറാപ്പി സെൻ്ററിൽ പോയപ്പോൾ അവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടി പറഞ്ഞു. അതൊരു ലോകമാണ്. ഏകദേശം 750 ആണുങ്ങളും പെണ്ണുങ്ങളും. അങ്ങനെ ക്ലാസ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഈ വന്ന ആളുകളൊക്കെ വിധവകളുണ്ട്, വീടില്ലാത്തവരുണ്ട്, മാരകമായ രോഗം ബാധിച്ച ആളുകളുണ്ട്, കിഡ്നി നഷ്ടപ്പെട്ട ആളുകളുണ്ട്. അവർക്കൊക്കെ ആ സഹായം വാങ്ങാൻ വേണ്ടി വന്നതാണ് അവർ. ക്ലാസ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, പിന്നെ ഞങ്ങൾക്ക് വീടില്ല, 5-6 മക്കളാണ്, താനൂർ തൊഴുന്ന സ്ത്രീ, കയറിക്കിടക്കാൻ ഒരു വീടില്ല. അങ്ങനെ ഒരുപാട് ആൾ പരാതി പറയും. ഞാനിതേപോലെ ചെന്നതാണ്. പിന്നെ അതേപോലെ തന്നെ അവിടെ തെറാപ്പി സെൻ്റർ ചെന്ന് നോക്കുമ്പോൾ ഓരോ അവസ്ഥ ഇങ്ങനെ കാണുമ്പോൾ സാരം നമ്മളൊക്കെ ആരാണ് നോക്കൂ. നമുക്ക് നമ്മളൊക്കെ ഈ ആരോഗ്യം ഉണ്ടല്ലോ, നടക്കാൻ കഴിയാത്ത ആളുകൾ, സംസാരിക്കാൻ കഴിയാത്ത ആളുകൾ. ഒരു വയസ്സായ ഒരാള്, അയാൾ കൈപിടിച്ച് കെട്ടിപ്പിടിച്ച് കരയാണ്. അയാൾക്ക് കിഡ്നി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അയാൾ ഡയാലിസിസ് ചെയ്യാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ആ ആളുകളെ സഹായിക്കാൻ ഒരു എളിയ ഒരു സംരംഭം, ഒരു ശ്രമമാണ് നമ്മൾ എല്ലാ മാസത്തിലെയും 4-ാമത്തെ വെള്ളിയാഴ്ച പിരിക്കുന്നത്. എത്ര ചെറുതാണ് നോക്കൂ. ഞാൻ കാരണം ഒരു രോഗിക്ക് ഒരു നേരത്തെ വേദന കുറയുന്നുണ്ടെങ്കിൽ എത്ര ആളുകളാണ് അറിയോ. സഹോദരന്മാർ എപ്പോഴും പ്രാർത്ഥിച്ചോട്ടോ. നമ്മൾ എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചില്ലേ, അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി. ഭയങ്കര പ്രാർത്ഥനയാണത്. ഞാനത് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ ശരീരത്തിന് ആഫിയത്ത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സമഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി. പ്രാർത്ഥിച്ചോളി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെയും വൈകുന്നേരം നിർബന്ധമായും പ്രാർത്ഥിക്കണമെന്ന് ഉമ്മത്തിനെ പഠിപ്പിച്ചതാണ്. എപ്പോഴാണ് ആർക്കാണ് രോഗം വരാന്നറിയില്ല. അവിടെ നല്ല ആരോഗ്യമുള്ള മനുഷ്യന്മാർ, അപ്പൊ എന്താ പ്രശ്നം? സ്ട്രോക്കാണെന്ന്. നല്ല ആരോഗ്യമുള്ള ആൾക്കാർ സ്ട്രോക്കാണ് പെട്ടെന്ന് അവര്. എന്നിട്ട് അതിനുള്ള എക്സസൈസ് ചെയ്യാണ്. അപ്പൊ സഹോദരന്മാരെ, നമ്മൾ ഈ പിരിക്കുന്നത് ഇതേപോലെയുള്ള ഏതോ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയാണ്. ആരും പ്രയാസപ്പെടുത്താൻ വേണ്ടിയല്ല. നമ്മളെല്ലാവരും ദുആ ചെയ്യുക. കാരണം പിന്നെ നമ്മളാരും പ്രവാചകന്മാരല്ലല്ലോ. ഇപ്പോ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ എത്രയോ 12-18 വർഷം എന്നൊക്കെ പറയുന്നത് അല്ലാഹു അലം മാരകമായ ചർമ്മരോഗങ്ങൾ പരീക്ഷിക്കപ്പെട്ടു. നമുക്കൊക്കെ ഇപ്പൊ എനിക്കൊക്കെ കാലുവേദന, ആ കാലുവേദന വരുമ്പോൾ പോലും എനിക്ക് ബേജാറാണ്. ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പൊ അതുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യുക. മാരകമായ രോഗത്തെ തൊട്ട് കാക്കാൻ വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹ് കേൾക്കൂട്ടോ, അല്ലാഹ് കേൾക്കും. കാരണം അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന കേട്ട അല്ലാഹ് തന്നെയാണ്. ഫസ്തജബ്നാ ലഹു ഫകശഫ്നാ മാ ബിദുർരിൻ. റബ്ബിനോട് ഇഖ്ലാസോടുകൂടെ ചോദിക്കുക. അതിൽ ആരെയും കൂട്ടിക്കലർത്തല്ലേ.
റബ്ബാണ് പറയുന്നത്. ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. മുഹമ്മദ് നബിയെ, എന്റെ അടിമ എന്നെ കുറിച്ച് താങ്കളോട് ചോദിച്ചാൽ പറഞ്ഞേക്ക് അവരോട്, ഞാൻ സമീപസ്ഥനാണ്. പുത്തമ്പള്ളി മമ്പറത്തൊന്നും പോണ്ട, നേരിട്ടാണ് ചോദിച്ചോ, ഉത്തരം കിട്ടുമെന്നുള്ളത് ഞാനല്ല പറയാം, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. ഏതെങ്കിലും ഒരു പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാതെ പോയിട്ട് നിങ്ങൾ പറഞ്ഞാൽ ചോദിച്ചോളി. എന്തും നമ്മുടെ എല്ലാ ആവശ്യം ചോദിക്കാൻ നമുക്കൊരു അത്താണില്ലേ? നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ ഒരു അത്താണില്ല. പിന്നെ എന്തിനാ ബേജാറാകുന്നു? എത്ര മാരകമായ രോഗമാണെങ്കിലും അള്ള മാറ്റിത്തരും. ആ ഒരു വിശ്വാസത്തോടു കൂടി എന്തെങ്കിലും അള്ളകാക്കി പറയരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരന്മാരുടെ രോഗം അള്ളാഹു പരിപൂർണമായി ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. കീറി മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടുന്ന പ്രവർത്തികൾ ചെയ്യാൻ സമയം ചെലവഴിക്കാനുള്ള സന്മനസ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم يغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين وصلى الله على نبينا محمد.